ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കണ്ണൂർ ജില്ലയുടെ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. രാഷ്ട്രീയപരമായിട്ടും മറ്റ് സാമൂഹികപരമായിട്ടും ഒക്കെ വളരെയധികം കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എല്ലാ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മുടെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളൊന്നുമില്ല. അപ്പോൾ അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാൻഡ് ഫോൺ ഇങ്ങനെ ശബ്ദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങളൊക്കെ പൂട്ടി എല്ലാവരും പോകണം, ബസ് ഇപ്പോൾ നിൽക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചില കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും വേണം. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ലോങ് ബെല്ലടിച്ച് കുട്ടികളെല്ലാവരും പോയി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പല വഴിക്ക് പോവുകയാണ്. അങ്ങനെ ബസ്സിറങ്ങി നടന്ന് പോകുമ്പോൾ ഒരു ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരാളിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. എന്നെ ഒന്നും ചെയ്യരുതെന്ന് കരയുകയാണ് അയാൾ. അതിനേക്കാൾ ഒച്ചത്തിൽ ഒരു അലർച്ചയും, ആരും അങ്ങോട്ട് പോകാൻ മടിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ കാരണം സകല ധൈര്യവും സംഭരിച്ച് ആ പറമ്പിലേക്ക് ഇങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ കണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അയാളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വടിവാളി ഉയർത്ത അയാളുടെ കഴുത്ത് വെട്ടാനുള്ള ദൗത്യം അവൻ്റേതാണ്. പിന്നെ കൂടെ 2 പേരുണ്ട്. പക്ഷെ പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ അലർച്ചയാണ്. ലിജേഷ് മോനെ പ്ലീസ് വിടൂ, ഒന്നും ചെയ്യരുത് പ്ലീസ്, എന്ത് വേണമെങ്കിൽ ചെയ്യാം, നീ ഒന്നും ചെയ്യരുത് പ്ലീസ്, നിൻ്റെ ഭാവി പോവും, നീ ഒന്നും ചെയ്യരുത് പ്ലീസ് മോനെ എന്ന് വിളിക്കുന്ന ആ സമയത്ത് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ ഒരു സെക്കൻഡ് കൊണ്ട് അവൻ്റെ ധൈര്യം ചോർന്നു പോയി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ ടീച്ചറാണ്. പിന്നെ ആ സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ അവൻ മറികടക്കാൻ കഴിഞ്ഞില്ല. അവൻ ദേഷ്യം പിടിച്ച് ആ വടിവാൾ ആ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ഓടുകയാണ്. അവൻ ഓടിപ്പോയി. അപ്പോഴേക്ക് തന്നെ മറ്റവർ ഈ മനുഷ്യൻ്റെ ശരീരത്തിലും കാലിലും വെട്ടിയിരുന്നു. ഇയാൾ അലറി വിളിക്കുകയാണ്. അപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും അവരുടെ ദൗത്യം കഴിഞ്ഞ് അവരും ഓടി. അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെല്ലാം ഓടിക്കൂടി ഈ മനുഷ്യനെ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പോലീസായി വലിയ പ്രശ്നങ്ങളായി. ഇവരെയൊക്കെ പിടിക്കപ്പെട്ടു. ഇവരെല്ലാവരും ജയിലിലായി. പിന്നെ 3-6 മാസങ്ങളൊക്കെ മരിക്കാത്തത് കൊണ്ട് ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ജാമ്യത്തിലിറങ്ങി എവിടേക്കൊക്കെയോ എല്ലാവരും നാട് വിട്ടു. സ്വന്തം നാടും പിറന്ന മണ്ണുമൊക്കെ വിട്ട് പല സ്ഥലങ്ങളിലേക്ക് അവരെല്ലാം പോയി. വെട്ടി വീഴ്ത്തപ്പെട്ട കാലും ശരീരത്തിൻ്റെ മാംസങ്ങളൊക്കെ തുന്നിച്ചേർത്ത് പിന്നെയും 24 വർഷങ്ങൾ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അതിനുള്ളിൽ തന്നെ ഇഴഞ്ഞും നീങ്ങിയും കഷ്ടപ്പെട്ടും കുട്ടികളെ പഠിപ്പിച്ചവരൊക്കെ സ്വന്തം നിലയിലായി. മക്കൾ 2 പേർ, അവർ വിവാഹം കഴിച്ച് എല്ലാവരും സ്വന്തം ജീവിതം നോക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായി എന്തൊക്കെയോ അസുഖങ്ങൾ വന്ന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കഴിഞ്ഞ ദിവസം 24 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അസുഖബാധിതനായി കിടക്കുമ്പോൾ ഒരിക്കൽ പോയി കാണാനിടയായി. പക്ഷേ കണ്ണിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും എന്താണ് പറയേണ്ടത്, കാരണം 42 വയസ്സിൽ അവസാനിച്ച് പോകേണ്ട ആയുസ്സിനെ ഒരു തലനാരിഴയ്ക്ക് തിരിച്ചു കിട്ടിയ ആ ടീച്ചറിനോട് എന്താണ് പറയേണ്ടത്? നന്ദിയാണോ, സ്നേഹമാണോ, കടപ്പാടാണോ? ഒന്നുമല്ലാതെ ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടം വരെ പോകണം. കാരണം 24 വർഷങ്ങളെന്ന് പറയുന്നത് വലുതൊന്നുമല്ല. എങ്കിലും ഈ 66-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ കണ്ണുനീര് കൊണ്ടെങ്കിലും ഒരു അർച്ചന ചെയ്യണം എന്ന് തോന്നി അവിടെ എത്തി. രമേശ് ചേട്ടന് കണ്ണീരിൽ കുതിർന്ന പ്രണാമം അർപ്പിക്കുന്നു. ഇനി ശേഷിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. താങ്ക് യു ഫ്രണ്ട്സ്.